ഏറ്റവും പുതിയ വിവരങ്ങളുമായി തെരഞ്ഞെടുപ്പ് നടക്കുന്ന 7 ജില്ലകളിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം ചേരുകയാണ്. MG പ്രതീഷാണ് ആദ്യം തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിപിൻ സി വിജയൻ കൊച്ചിയിൽ നിന്നും, അരുൺ രാജ് കൊല്ലത്ത് നിന്നും മറ്റ് ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികളും തത്സമയ വിവരങ്ങളുമായി ചേരുന്നു. ഏറ്റവും പുതിയ വിവരങ്ങൾ നമ്മൾ ആദ്യം പ്രതീഷ് ഏതാണ്ട് 50% കടക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴേക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 7 ജില്ലകളിലെ പോളിംഗ്. കനത്ത വോട്ടെടുപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പലയിടത്തും ഇപ്പോൾ എറണാകുളവും ആലപ്പുഴയും ഒക്കെ ഇതിനോടകം 50 പിന്നിട്ട് കഴിഞ്ഞു. ജനാധിപത്യ പ്രക്രിയയോട് വളരെ പ്രതീക്ഷാനിർഭരമായി 7 ജില്ലകളിലെ വോട്ടേഴ്സ് പ്രതികരിക്കുന്നുണ്ടോ എന്നതാണ് നല്ല കാഴ്ച, അല്ലേ? വിജയകുമാർ, തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള പോളിംഗ് ആണ് രാവിലെ മുതൽ തന്നെ 7 ജില്ലകളിലും ഉള്ളത്. ഇപ്പോൾ 2 ജില്ലകൾ 50% അടുക്കുന്നു. എറണാകുളം ജില്ല 50% കടന്നിരിക്കുന്നു എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വിവരം. തിരുവനന്തപുരം ജില്ലയാണ് ഒരല്പമെങ്കിലും ഒരു കുറഞ്ഞ് നിൽക്കുന്നത്. പക്ഷേ കഴിഞ്ഞ തവണത്തെ ഒരു കണക്ക് നോക്കുമ്പോൾ വളരെ മുന്നിലാണ് തിരുവനന്തപുരം ജില്ലയും ഉള്ളത്. ഈ ഏറ്റവും പുതുതായി പുറത്തുവന്ന കണക്ക് പരിശോധിച്ചാൽ തിരുവനന്തപുരം ജില്ലയിൽ 43.92% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കൊല്ലം ജില്ലയിൽ 47.7%, പത്തനംതിട്ട ജില്ലയിൽ 46.51% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലും 49.84%. അല്പസമയത്തിനകം 50% ആലപ്പുഴ ജില്ല കടക്കും. കോട്ടയത്ത് 47.78% പോളിംഗ്. ഇടുക്കി ജില്ലയിൽ 46.05%. എറണാകുളം ജില്ലയിൽ 50% കടന്നിരിക്കുന്നു. 50.13% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വലിയ മികച്ച പോളിംഗ് ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. 2 മണിയോടുകൂടി തന്നെ ആകെ പോളിംഗ് 50% കടക്കും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ മിക്ക ബൂത്തുകളിലും വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെട്ടിരുന്നു. ഒരിടങ്ങളിലും ഈ വോട്ടർമാരില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന സാഹചര്യം ബൂത്തുകളിൽ ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ആളുകളുടെ വലിയ നിര പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്. അങ്ങനെ പരമാവധി ആളുകൾ ഈ പോളിംഗ് ബൂത്തിൽ എത്തുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് തിരുവനന്തപുരം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കാണാൻ കഴിഞ്ഞിരുന്നത്. തുടക്കത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ പലയിടങ്ങളിലും ഉണ്ടായിരുന്നെങ്കിൽ പോലും ആദ്യ മണിക്കൂറിൽ തന്നെ അത് പരിഹരിക്കപ്പെട്ടു. അങ്ങനെ ആ ഒരു സാങ്കേതിക പ്രശ്നം കൊണ്ട് മാത്രമാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരു 43% ഇപ്പോഴും നിൽക്കുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ ഒരു 50% തിരുവനന്തപുരം ജില്ലയും കടക്കുമെന്നതാണ് ഈ കണക്ക് കൂടി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും വലിയ പ്രതീക്ഷ നേതാക്കളും ഒപ്പം മുന്നണികളും സ്ഥാനാർത്ഥികളും വച്ചു പുലർത്തുന്നുണ്ട്. ഈ പോളിംഗ് ശതമാനം ഉയരുന്നതും അവർ കണക്ക് കൂട്ടുന്ന തരത്തിൽ കൂടുതൽ ഒരു ഗുണകരമായി മാറും എന്നതാണ് അവരും പ്രതീക്ഷിക്കപ്പെടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.